എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ കുറച്ച് തൈര് ഒഴിച്ച് വെച്ചിരുന്നു. തൈരിന് വേണ്ടി ഇന്നലെ കൂട്ടി വെച്ചതാണ്. അപ്പോൾ അതൊന്ന് കടഞ്ഞ് വെണ്ണ എടുക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഇതെങ്ങനെ തൈര് ഇത്രയും കട്ടിയിൽ, എൻ്റെ കട്ട തൈര് കണ്ടില്ലേ ചോറിൻ്റെ കൂടെ, ഇതെങ്ങനെ ഇത്രയും കട്ടിയിൽ വരുന്നതെന്നല്ലേ. ഞാൻ പാല് തിളച്ച് കഴിഞ്ഞാൽ സിമ്മിൽ വെച്ചിട്ട് 10 മിനിറ്റ് കൂടെ തിളപ്പിക്കും. ശേഷം ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെക്കണു. വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാത്രിയാവുമ്പോൾ ഞാനിതിന് കൂട്ടി വെക്കുന്നു. 1 സ്പൂൺ തൈര് അതിലൊഴിച്ച് പാടയോടുകൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കും. അപ്പോൾ പിറ്റേ ദിവസം രാവിലേക്ക് നല്ല കട്ട തൈര് കിട്ടും. ഇതിനകം മേലെ ഇപ്പോൾ പാടയെല്ലാം നിൽപ്പുണ്ട്. ഇത് കടയുവാണ്, ഇത് കടക്കോലാണ്. ഇത് കടഞ്ഞിട്ട് വേണം ഇതിൽ നിന്ന് വെണ്ണയെടുക്കാൻ. പാല് നന്നായിട്ട് ഇപ്പോൾ ഇളക്കി കുറച്ച് കട്ടിയെല്ലാം കുറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നല്ല തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിച്ചത്. അതെന്തിനാന്ന് വെച്ചാൽ അങ്ങനെ ഇടയ്ക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഇളക്കുമ്പോഴാണ് വെണ്ണ മുകളിൽ കട്ടയായിട്ട് വരും. അപ്പോൾ നോക്കാം. ഇപ്പോൾ കടഞ്ഞ് വെണ്ണ റെഡിയായിട്ടുണ്ട്. കാണിച്ചു തരാം. ഈ വെണ്ണയും ഇതിൽ നിന്ന് വെണ്ണ ഉരുക്കിയെടുക്കുന്ന നെയ്യുമാണ് ഞാനുണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളിലും. അതായത് ബേക്കറി ഐറ്റംസ് ആയാലും കേക്ക് ഉണ്ടാക്കുന്നതിലും ദോശയ്ക്കും ചപ്പാത്തിക്കും എല്ലാം ഞാൻ ചെയ്യുന്നത് ഇതേ വെണ്ണയാണ്. ഓക്കെ, കണ്ടോ, കടക്കോലിൽ വെണ്ണ ഇങ്ങനെ കട്ടയായിട്ട് നിൽക്കുവാണ്. ഇതാ പാത്രത്തിനകത്ത് നല്ല കട്ട. ഇതൊരു ഗ്ലാസ് പാലാണ്. പിന്നെ ഒരു കാര്യം, ഇത് സൊസൈറ്റിയിൽ നിന്ന് വാങ്ങുന്ന പാലായതുകൊണ്ടാണ് ഇത്രയും വെണ്ണ കിട്ടിയത്. നമ്മളെ മിൽമ പാലിലോ മറ്റ് പാക്കറ്റ് പാലുകളിലൊന്നും ഇത്രയൊന്നും വെണ്ണ കിട്ടില്ല. അത് ഞാൻ ഗ്യാരണ്ടി. ഇതിൽ നാടൻ പാലിൽ മാത്രമേ കിട്ടത്തുള്ളൂ. മറ്റതെല്ലാം പാസ്ചറൈസ് ചെയ്ത് വരുന്നത് കൊണ്ടായിരിക്കാം അതിൽ കിട്ടാത്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് ഞാൻ വിലയിരുത്തുന്നില്ല. ഇത് കണ്ടോ. പിന്നെ ഇനി അടുത്തത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ദോശ ഉണ്ടാക്കണം. പലതരം ദോശകളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ വീഡിയോ വേറെ വരുന്നുണ്ട്. പിന്നെ പറയാനുള്ളത്, എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നിങ്ങളെ കൂടെ കൂട്ടണേ. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോഴേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അങ്ങനെ എന്നെയും കൂടെ നിങ്ങളെ കുടുംബത്തോടൊപ്പം കൂട്ടിയിട്ട് നിങ്ങളും ഞാനും എല്ലാം ചേർന്ന ഒരു യൂട്യൂബ് കുടുംബമായി മാറട്ടെ. എല്ലാവരും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു.